നമ്മുടെ റൂമിൽ കുറച്ച് ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ട്, അതുകൊണ്ടാണ് ഈ ഇത്തിരി ബുദ്ധിമുട്ട്. ഇത് പാസ്കലാണ്. യൂണിറ്റുകൾ നമുക്ക് സെറ്റ് ചെയ്യാം. നമുക്ക് ലീക്കായെന്ന് വിചാരിക്കുക. വെൽക്കം ടു മൈ ചാനൽ. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. രാവിലെ 3 മണിക്ക് എണീറ്റ് വീഡിയോ ചെയ്യുകയാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ഡെയിലി ഡ്യൂട്ടി റൂം സമയം കിട്ടുന്നില്ല വീഡിയോ ചെയ്യാൻ. 2 ദിവസം വീഡിയോ ചെയ്തിട്ട് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് 2 വാക്യൂം ഗേജുമായിട്ടാണ്. വാക്യൂം ഗേജ് അറിയാമല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും. നമ്മൾ റെഫ്രിജറേഷന് AC ഒക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ വാക്യൂം ചെയ്യണം. പുതിയ വാക്യൂം ഗേജാണ്. ഇവിടെ നമ്മുടെ റൂമിൽ കുറച്ച് ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ട്, അതുകൊണ്ടാണ് ഈ ഇത്തിരി ബുദ്ധിമുട്ട്. ഓക്കെ, ഇത് ഞാൻ ഓപ്പറേറ്റ് ചെയ്ത് കാണിച്ചു തരാം ഇതെങ്ങനെയാണ് ഇത് ഉപയോഗിക്കുന്നതെന്ന്. ഇത് ATI കൂൾ 8 കൂൾ എന്ന് പറഞ്ഞൊരു ബ്രാൻഡാണ്. ഇത് നമ്മുടെ വാല്യൂവിൻ്റെ ഒരു വാക്യൂം ഗേജാണിത്. ഇതിൻ്റെ ഉപയോഗം ഞാൻ പറഞ്ഞുതരാം. AC ടെക്നീഷ്യന്മാർക്കെല്ലാം അറിയാം ഇത്. ഇപ്പോൾ നമ്മൾ വീഡിയോയിൽ കാണുന്നവർക്ക് എല്ലാവർക്കും ഇത് അറിയണമെന്നില്ലല്ലോ. അപ്പോൾ നമുക്ക് വീഡിയോയുടെ കിടക്കാം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടല്ലോ. നമുക്ക് സമയമില്ലാതിരുന്ന് ചെയ്യുവാണ്. ഇപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്കിത് പിന്നെയും പുതിയ വീഡിയോകൾ ചെയ്യണമെന്നും ഒക്കെ ഉള്ളൊരു പ്രചോദനമുള്ളൂ. പിന്നെ കൺട്രോൾ വയറിങ്ങിൻ്റെ ഒരു പ്രിപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് കുറച്ച് പ്രോസസ്സിങ് കാര്യങ്ങളും സാധനങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാനുണ്ട്. കുറച്ച് മെറ്റീരിയൽസ് മീൻസ് കുറച്ച് കോണ്ടാക്ടേഴ്സ് അങ്ങനെ കുറച്ച് കൺട്രോൾ ചെയ്യാനുള്ള കുറേ സാധനങ്ങളുണ്ടല്ലോ. അതൊക്കെ ഞാൻ അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ഉടനെ അതിൻ്റെ വീഡിയോ വരും. അത് സീരിയസ് ആയിട്ട് നമുക്ക് ചെയ്യാം. അതിന് പാരലായിട്ട് തന്നെ വേറെ വീഡിയോസ് നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇത് നമ്മുടെ 2 സ്റ്റേജ് വാക്യൂം മെഷീനാണ്. ഇത് വാക്യൂം പമ്പ് നിങ്ങൾക്ക് അറിയാമല്ലോ. ഇതിൽ നമുക്ക് ഇത് ഫുൾ ടൈറ്റാക്കി വെച്ചേക്കുക. ഇത് വാക്യൂം പമ്പ് നിങ്ങൾക്ക് അറിയാമല്ലോ. ഇത് ഓണായി കഴിയുമ്പോഴത്തേന് ഇതാണ് ഇതിൻ്റെ സക്കിങ്. ഇതിൽ നമ്മൾ സക്കി അകത്തോട്ട് എയർ വലിച്ചെടുക്കുന്നതാണ്. നമ്മുടെ പൈപ്പിനകത്തുള്ള മോയ്സ്ചർ, എയർ ബബിൾസ് നമ്മൾ കണ്ടുകൊണ്ടായിരിക്കും. നമ്മുടെ ഈ വെള്ളം ട്യൂബിനകത്ത് കൂടെ പോകുമ്പോൾ ട്രാൻസ്പെറൻ്റ് ആയ ഓസ് ആണെങ്കിൽ അതിനകത്ത് കൂടെ ഇങ്ങനെ ബബിൾസ് ഇങ്ങനെ പോകുന്ന കാണാം. ബബിൾസ് ഇങ്ങനെ ചെറിയ ബബിളുകൾ ഇങ്ങനെ പോകുന്ന കാണാം. ആ ബബിൾ നമ്മുടെ ഗ്യാസ് ലൈനും ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യും, ആദ്യം നമ്മൾ അതിനകത്തിൽ അതായത് ഇത് ഓണായി കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇത് വലിക്കണം. അകത്ത് ഇതിങ്ങനെ വലിക്കുക. ഇത് നമ്മളെ കൈ ഇങ്ങനെ വലിച്ചു വെച്ചേക്കുവാണ്. എൻ്റെ വിരൽ അകത്തോട്ട് വലിച്ചേക്കുക. ഓക്കെ, അപ്പം ഇത് 2 സ്റ്റേജ് വാക്യൂം പമ്പാണ്. കുറച്ച് ഹെവി പമ്പാണ്. പിന്നെ ഇതിൻ്റെ മാക്സിമം കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ 25 മൈക്രോൺസ് വരെ ഇത് വാക്യൂം ചെയ്യും. ഓക്കെ, അപ്പം നമ്മൾ ഇത് ഒരു ഡിജിറ്റൽ ഗേജാണ്. ഇതിന് 9 വോൾട്ട് ബാറ്ററിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ പിന്നെ ചെയ്യാം. ഇതിപ്പം നമ്മൾ R22 ഗ്യാസിൻ്റെയാണ് സെലക്ട് ചെയ്തേക്കുന്നത്. ഇപ്പോൾ ഓരോ ഗ്യാസ് വരുമ്പോൾ ഓരോന്ന് സെലക്ട് ചെയ്യണം നമ്മളിതിനകത്ത്. ഓക്കെ, ഇപ്പോൾ R22 ആണ് സെലക്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇത് വാൽവ് ക്ലോസ് ഓപ്പൺ. ഓക്കെ, ഇപ്പം നമ്മളിത് വാക്യൂം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ഇത് മൈനസിലോട്ട് പോകും. ഇത് ഇപ്പോൾ 14 പോയിട്ടുണ്ട്. -14 നമുക്ക് ഇവിടെ കണക്ട് ചെയ്യാം. കറക്റ്റായിട്ട് വാക്യൂം ആയിട്ടില്ലെങ്കിൽ നമുക്ക് ഗേജ് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ 100 PSI കാണിക്കുന്നുണ്ടെങ്കിൽ അത് 95, 100, 95, 90 ഇങ്ങനെ മാറി കയറി ഇങ്ങനെ കറക്റ്റ് സ്റ്റേബിളായിട്ട് നിൽക്കത്തില്ല അതിൻ്റെ പ്രഷർ. അപ്പോൾ നമുക്കത് മനസ്സിലാക്കണം അതിനകത്ത് ബബിൾസോ അതിന് കറക്റ്റായിട്ട് വാക്യൂം ആയിട്ടില്ല, എയർ ബബിൾസ് അതിനകത്തുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അത് വാക്യൂമായി തന്നെ നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ റിലീസ് ചെയ്ത് 0 ആയി. ഓക്കെ, അപ്പോൾ നമുക്കിന്ന് നോക്കാനുള്ളത് ഈ വാക്യൂം എന്ന് പറഞ്ഞ ഒരു ഗേജിന് എത്ര മൈക്രോൺസ് ആണ് നമുക്ക് വേണ്ടത്. നമുക്ക് ആക്ച്വലി വേണ്ടതെന്ന് പറഞ്ഞാൽ മൈക്രോ വാക്യൂം പോകുമ്പോഴത്തേന് 500 മൈക്രോൺസ് മതി.
500 മൈക്രോൺസ് മതി നമുക്ക്. ഒരു നോർമൽ ഒരു AC റെഫ്രിജറേഷനിൽ ഒരു 300 വാക്യൂം ഒക്കെ പോവും. നോർമൽ ACക്ക് 500 വാക്യൂം മതി. റെഫ്രിജറേഷൻ ഫ്രിഡ്ജ് എന്നൊക്കെ പറയുമ്പോൾ കുറച്ചുകൂടെ വാക്യൂമിലോട്ട് പോകണം, എന്നാലേ നമുക്ക് കറക്റ്റ് കൂളിംഗ്. അത് മൈനസിലോട്ട് പോകുന്നില്ലേ, ഫ്രീസർ ചില്ലർ എന്നൊക്കെ പറയുന്നത് മൈനസിലോട്ട് പോകുന്ന സിസ്റ്റംസാണ്. അപ്പം നമുക്ക് കുറച്ചുകൂടെ ക്ലിയർ ആയിരിക്കണം. AC പ്ലസ് റേഞ്ച് അല്ലേ, പ്ലസ് റേഞ്ച് 18 മിനിമം, അല്ലെങ്കിൽ ഒരു 16 ഇട്ടാതും കിട്ടത്തില്ല, എന്നാൽ അത് 10 അനുസരിച്ച് കിട്ടും. വന്നിട്ട് ചെറിയ യൂണിറ്റൊക്കെ കൊണ്ട് വെച്ചിട്ട് നിങ്ങൾ 16 17 15 അല്ല, യൂണിറ്റിൽ അങ്ങനെ വരുത്തില്ല. ചില യൂണിറ്റിലൊക്കെ ഇങ്ങനെ കുറച്ച് 17 വരെ വെക്കുന്നുണ്ട്. അത് കിട്ടത്തില്ല ഒരിക്കലും. അതിനെപ്പറ്റി ഒരു വീഡിയോ ഞാൻ ചെയ്യാം. അത് എങ്ങനെയാണ് അതിൻ്റെ സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. സാധാരണക്കാർക്ക് ഒന്നും അറിയത്തില്ല. അവർ വിചാരിക്കുന്നു പറഞ്ഞാൽ ഈ 17 ഇട്ട് കഴിഞ്ഞാൽ 17 കൂള് കിട്ടും, ആ ഡിസ്പ്ലേ കാണിക്കുന്ന കൂള് വരും എന്നല്ല അതിൻ്റെ സിസ്റ്റം. നമ്മൾ 17 കിട്ടാൻ ആഗ്രഹിക്കുന്നു എന്നേ ഉള്ളൂ. പക്ഷേ അത് തരേണ്ടത് അതിൻ്റെ കംപ്രസർ റണ്ണായിട്ടാണ്. പക്ഷേ അത് കിട്ടത്തുമില്ല. അതിൻ്റെ കപ്പാസിറ്റി ചെറുതാണെങ്കിൽ അത് ഓടിക്കൊണ്ടിരിക്കും. ആ കംപ്രസർ ഓഫ് ആകത്തുമില്ല. അതിങ്ങനെ കറണ്ട് ബില്ല് കൂടുകയും ചെയ്യും. ആ കംപ്രസർ ഓവർ ഹീറ്റായി അത് ട്രിപ്പ് ആകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് AC ഒക്കെ വർക്ക് ചെയ്യുമ്പോൾ ഒരു 23, 22, 24 വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നോർമലായിട്ടുള്ള ടെമ്പറേച്ചർ കിട്ടുകയും ചെയ്യും. ഒരുപാട് കൂളും കാണത്തില്ല, കറണ്ട് ചാർജും കുറവായിരിക്കും. അങ്ങനെ അപ്പോൾ ഇത് നമ്മളിപ്പോൾ ഓണാക്കി 00, ഇത് ഒരു ഡോട്ടഡാണ് കാണിക്കുന്നത്, ഡോട്ടഡ്. ഓക്കെ, ഡോട്ടർ. ഇത് ഞാൻ പറയാൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡോട്ടഡ് കാണിക്കുന്നത്, കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ഷോപ്പിൽ നിൽക്കുമ്പോൾ ഒരു പുള്ളി ഇത് വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് തിരിച്ചു കൊണ്ട് തന്നു. ഇതിനകത്ത് ഒന്നും കാണിക്കുന്നില്ല, വര മാത്രമേ കാണിക്കുന്നുള്ളൂ എന്നും പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറയാൻ കാണുന്നത്. ഈ ഡോട്ടഡ് മാത്രമേ ഇത് കാണിക്കത്തുള്ളൂ. പിന്നെ ഇതിനകത്ത് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഇത് പാസ്കലാണ്. യൂണിറ്റുകൾ നമുക്ക് സെറ്റ് ചെയ്യാം. നമുക്ക് വേണ്ടത് ഇത് മില്ലി ബാറുണ്ട്, പിന്നെ മില്ലി HG ഉണ്ട്, പിന്നെ മൈക്രോൺസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് 3-4 ഓപ്ഷൻസ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ മൈക്രോൺസിലാണ് വാക്യൂം ചെയ്യാറുള്ളത്. നമ്മൾ പറയാറുള്ളത് മൈക്രോൺസിൽ തന്നെയാണ്. നമ്മൾ വാക്യൂം ചെയ്യാൻ പോവാണ്. നമ്മൾ ഇതിനകത്ത് എത്ര സെറ്റ് ബട്ടനെ പ്രസ് ചെയ്ത് പിടിക്കുക, സെറ്റ് ബട്ടൺ. ഓക്കെ, ഇപ്പോൾ അതിൻ്റെ ആ ഒരു ഡിജിറ്റൽ ബ്ലിങ്ക് ആവുന്നുണ്ട്. നമുക്കത് സെറ്റ് ചെയ്യാം എത്ര വേണമെന്നുള്ളത്. ഇപ്പോൾ ഇതിനകത്ത് സെറ്റ് ചെയ്തേക്കുന്നത് 150 ആണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ചെറിയ ഈ പൈപ്പ് ലൈൻ മാത്രമേ നമ്മൾ വാക്യൂം ആവുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ 150 സെറ്റ് ചെയ്ത് കുറച്ച് ഓടാൻ വേണ്ടി, അല്ലെങ്കിൽ ഒരു 500 വെച്ചാൽ പെട്ടെന്ന് ഇതങ്ങ് ഓഫായിപ്പോവും. നമ്മൾ കുറച്ച് വർക്ക് ചെയ്യണമെന്നല്ലോ ഒന്ന് വെച്ചിട്ട് അങ്ങനെ ചെയ്തതാണ്. അപ്പോൾ വാക്യൂം ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ഈ ഫസ്റ്റ് ലൈനിൽ ഇതിനിടയ്ക്കോ ഒരു T ഇട്ടിട്ട് കൊടുക്കുക. അല്ലെങ്കിൽ ഇതിലൊരു ഓപ്ഷൻ ഇതുപോലെ വരുന്നുണ്ടെങ്കിൽ, ഗേജുകളിൽ ഓപ്ഷൻ വരുന്നുണ്ട്, 3-ാമതൊരു പോയിന്റ് ഈ വാക്യൂം കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ പോയിന്റ് ഉണ്ടെങ്കിൽ കൊടുക്കുക. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ വാക്യൂം പമ്പ് കറക്റ്റായിട്ട് വർക്ക് ആവുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ പറ്റത്തില്ല. ചിലപ്പം വാക്യൂം പമ്പ് കറക്റ്റായിട്ട് ഒരു വാക്യൂം ചെയ്യുന്നില്ലായിരിക്കും. നമ്മളിങ്ങനെ ഇട്ടിട്ടിട്ട് ഇങ്ങനെ മണിക്കൂറുകൾ നടന്ന് വാക്യൂം ആകുന്നില്ല. ചിലപ്പോൾ പമ്പിൻ്റെ പ്രശ്നമായിരിക്കും. ഇതെന്ന് പറയാൻ ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് മൈനസിലോട്ട് പോകുന്നുണ്ടോ എന്ന് നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റും. ആ മൈക്രോൺസിലോട്ട് പോകുന്നുണ്ടോ എന്ന് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. ഇപ്പം നമുക്ക് പമ്പ് ഒന്ന് ഓൺ ചെയ്യാം. ഇപ്പം ഞാൻ ഓപ്പൺ ചെയ്ത് വെച്ചേക്കാണ്. ഇപ്പോൾ ഇവിടെ നിന്ന് വലിക്കും, സക്ക് ചെയ്യും. ഓക്കെ, അപ്പോൾ എടുക്കുന്നില്ല, ഇവിടെ നിന്ന് സക്ക് ചെയ്യും. ഇപ്പം നമ്മളിത് ക്ലോസ് ആയാൽ മാത്രമേ വാക്യൂം സ്റ്റാർട്ട് ആകത്തുള്ളൂ. വേറൊരു പ്രശ്നമുണ്ട് ഇതിനകത്ത് കേട്ടോ. യെസ് എനിക്കും ആ മിസ്റ്റേക്ക് പറ്റി. എന്ന് വെച്ചാൽ ഇത് കണ്ടോ, ഇത് നമ്മൾ ഇത് ചെക്ക് ചെയ്യണം കേട്ടോ. ഇത് കറക്റ്റായിട്ട് ഈ പിന്നുള്ള സൈഡ് കണ്ടോ, ഇത് ഒരു സൈഡ് പിന്നില്ല, ഇതിനകത്ത് പിന്നുണ്ട്. ഇത് പ്രസ് ആണെങ്കിൽ ഇത് കറക്റ്റായിട്ട് ഈ പിന്നുള്ള സൈഡ് ഇടണം. അതാണ് എനിക്ക് പറ്റിയത്. ഓക്കെ, അപ്പോൾ പിന്നില്ലാത്ത സൈഡ് വേണം ഇവിടെ ഇടാൻ. ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ ചെക്ക് ചെയ്ത സമയത്ത് കറക്റ്റായിട്ട് ഇട്ട്, ഇപ്പോൾ നിങ്ങളെ കാണിക്കാൻ നേരം അത് റോങ് ആയിട്ട്. ഓക്കെ, കുഴപ്പമില്ല. അത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ സംഭവം അങ്ങനെ ഇടാൻ പാടില്ല.
എല്ലാം ഒരു എക്സ്പീരിയൻസ് അല്ലേ നമുക്ക്. ഓക്കെ, ഓക്കെ നമ്മളിപ്പോൾ ഇത് ഓണാക്കുകയാണ്. 150 മൈക്രോൺസ് ആണ് സെറ്റ് ചെയ്തേക്കുന്നത്. ഇപ്പോൾ ഗേജ് ഓപ്പൺ ആണ്. ക്ലോസ് ചെയ്തപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് കുറഞ്ഞു വരുന്നുണ്ടോ. ഇതിപ്പോൾ ഈ ചെറിയ ഒരു ലൈൻ മാത്രമായതുകൊണ്ടാണ് ഇത് പെട്ടെന്ന് കുറയുന്നത്. ഇത് ആ ഒരു സെറ്റ് പോയിന്റ് എത്തുമ്പം കറക്റ്റായിട്ട് നമുക്ക് ബസർ തരും. കുറഞ്ഞു വരുന്നുണ്ട്. ഇത് പക്ഷേ 14 തന്നെ നിൽക്കുകയാണ്. അതിനൊരു ലിമിറ്റ്, ഒരുപാട് സമയം. ഇതാകുമ്പോൾ നമുക്ക് കറക്റ്റ് വാക്യം നമുക്ക് ഇവിടെ കിട്ടും. കേട്ടോ, കമ്പൽസറി ആയിട്ട് നമ്മൾ മിനിമം ഇതിപ്പോൾ 500 നമുക്ക് വേണ്ട റെഫ്രിജറേഷനിന്, AC എയർ കണ്ടീഷനിലൊക്കെ. അപ്പോൾ ഇത് ഓൾറെഡി ഈ ഒരു ട്യൂബ് മാത്രമേ ഇപ്പോൾ വാക്യമാവുന്നുള്ളൂ. ഇവിടെ ക്ലോസ്ഡ് ആണ് ഈ ഒരു ട്യൂബ്. അതുകൊണ്ടാണ് ഇത്ര പെട്ടെന്ന് ഇതിലോട്ട് പോകുന്നത്. വലിയ യൂണിറ്റ് ആകുമ്പോൾ ഇത്ര പെട്ടെന്നൊന്നും 300 ഒന്നും വരത്തില്ല കേട്ടോ. ഇപ്പോൾ ഓരോ പോയിന്റ് നമ്മളിത് മെൻഷൻ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാണാൻ പറ്റുന്നുണ്ടോ? ആക്ച്വലി ഇത് ഇത്രയും സ്പീഡിലല്ല പോകുന്നത് കേട്ടോ. ഞാൻ കുറച്ച് സ്പീഡ് കൂട്ടിയിട്ടേക്കുവാണ്. അത് പെട്ടെന്ന് ടൈം പോകാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരുപാട് ടൈം എടുക്കും. നമുക്ക് ഓൾമോസ്റ്റ് 150 ആയിട്ടുണ്ട്. ഞാൻ സെറ്റ് ചെയ്തേക്കുന്നത് 150 ആണ്. അലാം അടിച്ചു, 150 ആയി എന്നുള്ള സിഗ്നൽ തന്നു. ഇതാണ് നമ്മുടെ ആക്ച്വൽ വാക്യൂം സിസ്റ്റം എന്ന് പറഞ്ഞത്. നമ്മൾ ആ സെറ്റ് പോയിന്റ് ആകുമ്പോഴത്തേക്കും നമുക്ക് വാർണിംഗ് അലാം തരും. ഓൾറെഡി സെറ്റ് പോയിന്റ് റീച്ച് ആയിട്ടുണ്ട്, അത്രയും മൈക്രോൺസ് ആയി. പക്ഷേ 150 ഒന്നും അങ്ങനെ സെറ്റ് ചെയ്യാറില്ല. ഞാൻ ഇത്രയും ചെറിയ ഓസ് ആയതുകൊണ്ട് പെട്ടെന്ന് കിട്ടും എന്നുള്ള രീതിയിലാണ് ചെയ്തത്. വലിയ പൈപ്പ് ലൈനൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് ഇത്രയും വാക്യൂം റീച്ച് ആണോ എന്നില്ല. ഓക്കെ, ടൈം ഒരുപാട് എടുക്കും. ഇപ്പോൾ ചെറിയ പൈപ്പായിട്ട് തന്നെ എനിക്ക് കുറച്ച് ഒരു 10-15 മിനിറ്റ് 10-20 മിനിറ്റ് അടുത്ത്. അപ്പോൾ അലാം അടിച്ചു, വാർണിംഗ് തന്നു, സ്റ്റോപ്പായി. ഓക്കെ, നമുക്കിനി അടുത്ത ഗേജ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതിൻ്റെ കൂടെയും നമുക്ക് ബാറ്ററി, അതിൻ്റെ T അഡാപ്റ്റർ, ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഇടുന്ന ഒരു T അഡാപ്റ്റർ, ഫസ്റ്റ് വാക്യൂമിൻ്റെ ഏജ് ഇടുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് വാക്യൂം വർക്കാവുന്നുണ്ടോ ഇതുപോലെ ചെക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ ഈ ഔട്ടിലാണ് ഇടുന്നതെങ്കിൽ നമുക്ക് ഇവിടെ ലീക്ക് ഉണ്ടെങ്കിൽ പെട്ടെന്ന് അറിയാനും പറ്റത്തില്ല, വാക്യൂം കറക്റ്റായിട്ട് നടക്കുന്നുണ്ടോ എന്നും അറിയാൻ പറ്റില്ല. അപ്പോൾ ഇതിൻ്റെ വാക്യൂം ഇതാണ് ഈ സെറ്റിൽ വരുന്നത്. അതിൻ്റെ കാറ്റലോഗ് ഉണ്ട്. ഈ പിന്നില്ലാത്ത സൈഡ് ഇത് കണക്ട് ചെയ്യുക. ഇതിൻ്റെ സെൻറ്ററാണ് ഓൺ ബട്ടൺ. ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിക്കുക. നമുക്കിത് ഓൾറെഡി ഓൺ ആയി കഴിഞ്ഞാൽ തന്നെ വാക്യൂമിലോട്ട് ഇത് പോകും.
പിന്നെ നമ്മൾ ഇതിനകത്ത് വേറെ സെറ്റിംഗ് ഉണ്ട്, ലോ ഹൈ അലാം മോഡെന്ന് നമ്മുടെ സംഭവമുണ്ട്. അത് ഇതിങ്ങനെയാണ് കാണിക്കുന്നത് കേട്ടോ. ആക്ച്വലി ഇത് ഓൺ ആയി കഴിയുമ്പോൾ ഈ ഡോട്ടഡേ വരത്തുള്ളൂ, വേറെ ഒന്നും ഇതിനകത്ത് കാണിക്കില്ല. നമുക്കത് ലോ അലാം, ഹൈ അലാം, ഇങ്ങനെ 2-3 സെറ്റപ്പാണ്. ഇപ്പോൾ ഹൈയിലാണ് നിൽക്കുന്നത്, അതുകൊണ്ടാണ് ഈ ബ്ലിങ്ക് ആയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഹൈ ആണ്. ഓക്കെ, നമുക്കിത് ഒന്നുകൂടെ ഓൺ ആക്കിയിട്ട് ഇതിനകത്ത് മോഡുണ്ട്. യൂണിറ്റ് നമുക്ക് സെലക്ട് ചെയ്യാം, മൈക്രോൺ, പാസ്കൽ, സെയിം അത് തന്നെ കേട്ടോ. പാസ്കൽ സെറ്റ് ചെയ്യാം, ടോളറൻസ് ചെക്ക് ചെയ്യാം, മൈക്രോൺ സെറ്റ് ചെയ്യാം. മൈക്രോൺ സെറ്റ് ചെയ്ത ശേഷം ഇതിൽ നമുക്ക് മോഡ് എത്ര, ഇത് സെറ്റ് പോയിന്റ് എത്ര വെക്കണമെന്നുള്ളത് ചെക്ക് ചെയ്യാം. ഇത് പ്രസ് കഴിഞ്ഞാൽ 150 ആണ് വെച്ചിരിക്കുന്നത്, ഇത് 150 വെച്ചിരിക്കുന്നത്. ഓക്കെ, സെറ്റ് ചെയ്തേക്കണം. അപ്പോൾ നമ്മളിതിൽ റീസെറ്റ് ചെയ്ത് മീറ്റർ ഇതിൽ ടൈമറുണ്ട്. നമുക്ക് എത്ര ടൈം ബാക്കിയുമായെന്ന് കാണിക്കാൻ ടൈമർ ഇതുണ്ട്. നമുക്കിത് കണക്ട് ചെയ്യാം. ഓൾറെഡി ഇത് ലോയിൽ സെറ്റ് ചെയ്തു, വായിക്കൊണ്ടിരിപ്പുണ്ട്. ഇതിപ്പോൾ ഓൾറെഡി വാക്യമായി നിൽക്കുന്നതുകൊണ്ട് ഇത് പെട്ടെന്ന് ഇതിലോട്ട് പോകും. 36 സെക്കൻഡ് ആയതേ ഉള്ളൂ. അത് വാക്യമായി നിൽക്കുന്നതുകൊണ്ടാണ്. അത് ഞാൻ ഓഫാക്കി ഫസ്റ്റ് തൊട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് ബ്ലിങ്ക് ആകാൻ തുടങ്ങി. അല അടിക്കുന്നുണ്ട്, നിങ്ങൾക്ക് കേൾക്കാത്തതാണ്. അല അടിക്കുന്നുണ്ട്. ഓഫ് ചെയ്തപ്പോൾ പെട്ടെന്ന് ഹൈലോട്ട് പോകും. ടൈമിങ് അത് കാണിക്കുന്നുണ്ട്. ബ്ലിങ്ക് ആകുന്നുണ്ട്, അലാം അടിക്കുന്നുണ്ട്, കേൾക്കുന്നില്ല. അത് ഓഫ് ആക്കിയാൽ മാത്രമേ കേൾക്കുള്ളൂ. അപ്പോൾ കറക്റ്റായിട്ട് വാക്യമാകുന്നുണ്ട്. ഇതാണ് അതിൻ്റെ സെറ്റപ്പ്. മോഡ് ചേഞ്ച് ചെയ്യാനായിട്ട് ഇതിൽ ഹോൾഡ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ ഈ ലോയിൽ വേണം ഇടാൻ കേട്ടോ. ലോയിൽ ഇട്ടിട്ട് ടെസ്റ്റ് ചെയ്യാവുള്ളൂ. ലോ ഇതിലെ മോഡ് സെലക്ട് ചെയ്യുന്ന ഇതിലാണ്, അലാം സെറ്റ് ചെയ്യുന്ന ഇതിലാണ്, പിന്നെ യൂണിറ്റ് സെലക്ട് ചെയ്യുന്ന ഇതിലാണ്, റൺ ചെയ്യിക്കുന്ന ഇതിലാണ്, റീസ്റ്റാർട്ട്. അതിന് സെറ്റ് പോയിന്റ് ചേഞ്ച് ചെയ്യാനാണ്. സെൻറ്റർ ബട്ടണാണ് ഓൺ ഓഫ് ബട്ടൺ. ഓക്കെ, ഇതാണ് അതിൻ്റെ സെറ്റപ്പ്. ഇപ്പോൾ 124 വരെ മൈക്രോൺസ് ആയി. നമുക്ക് ഈ പമ്പ് ഞാൻ പറഞ്ഞില്ലേ 25 മൈക്രോൺസ് വരെ ഈ പമ്പ് വാക്യൂം ആവും. ടൈം ഒരുപാട് എടുക്കും നമുക്ക്. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് വാക്യൂം ചെയ്യുന്നത് കറക്റ്റായിട്ട് പഠിച്ചു കാണുമല്ലോ. ഓക്കെ, ഇൻ കേസ് എവിടെയെങ്കിലും ലീക്കായെന്ന് വിചാരിക്കുക. ലീക്കായിട്ടുണ്ടെങ്കിൽ ഇത് അങ്ങനെ മൈനസിലോട്ട് പോകത്തില്ല. ആ ഒരു പ്ലസ്സിൽ തന്നെ ഇങ്ങനെ ഓപ്പൺ ചെയ്തെടുത്ത് ഹൈ വാല്യൂലോട്ട് പോകും. കേട്ടോ, ഹൈ വാല്യൂലോട്ട് പോകും. കണ്ടോ, ലീക്ക് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ടെസ്റ്റ് ചെയ്യാം. ഇത് വാക്യൂം കറക്റ്റായിട്ട് ഇവിടം വരെ ഓക്കെ ആണോ നമുക്ക് ടെസ്റ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഔട്ട്ലൈൻ ഓപ്പൺ ചെയ്താൽ മതി. ഓക്കെ, അല്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഔട്ടിലാണ് കൊടുക്കുന്നത് പറഞ്ഞാൽ കറക്റ്റ് വാക്യൂം ആവുന്നുണ്ടോ, ഈ പൈപ്പിൻ്റെ കുഴപ്പമാണോ, ഈ വാക്യൂം പമ്പിൻ്റെ കുഴപ്പമാണോ നമുക്ക് കറക്റ്റായിട്ട് കണ്ടുപിടിക്കാൻ പറ്റില്ല. അതാണ് ഞാൻ പറയുന്നത്. ഇത് മെയിൻ ഇനി തന്നെ കൊടുക്കുക. ഇങ്ങനെ ഓപ്ഷൻ ഗേജിലുണ്ടെങ്കിൽ ഇങ്ങനെ ഓൾറെഡി വാക്യൂമായിട്ടുണ്ട്, കറക്റ്റ് ബ്ലിങ്ക് ആകാൻ തുടങ്ങി. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ മെയിൻ ലൈൻ ഓപ്പൺ ചെയ്തിട്ട് എവിടെയാണ് നമ്മൾ സിസ്റ്റം കൊടുക്കേണ്ടത് അവിടെ കൊടുക്കുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനിയും നല്ല നല്ല വീഡിയോ ആയിട്ട് ഞാൻ വരും. താങ്ക്സ്.